കേരള രാഷ്ട്രീയത്തിൽ അപ്രതീക്ഷിതമായ നീക്കങ്ങളിലൂടെ ഭരണപക്ഷത്തെ മുൾമുനയിൽ നിർത്തിയ PV അൻവർ MLA പുതിയ പടനീക്കങ്ങളാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. കാറ്റുകൊള്ളാനാണ്, കളപറിക്കാനല്ല എന്ന തീപ്പൊരി ഹാഷ്ടാഗുമായി അൻവർ ഇന്ന് ബേപ്പൂരിന്റെ മണ്ണിൽ എത്തുമ്പോൾ അത് കേവലം ഒരു സന്ദർശനമല്ല, മറിച്ച് പിണറായി വിജയന്റെ വിശ്വസ്തനും മരുമകനുമായ മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെയുള്ള നേരിട്ടുള്ള യുദ്ധപ്രഖ്യാപനമായിട്ടാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഇതിനെ വിലയിരുത്തുന്നത്. മന്ത്രി മരുമോന്റെ എല്ലാ ആഡംബരങ്ങൾക്കും അവസാനമായി എന്ന് പറയാവുന്ന തരത്തിലുള്ള നീക്കങ്ങളാണ് അൻവർ തുടങ്ങി വച്ചിരിക്കുന്നത്. മന്ത്രി റിയാസിനെ പിണറായി വിജയൻ താലോലിച്ച് വളർത്തുന്നതിലും പ്രത്യേക പരിഗണന നൽകുന്നതിലും CPM-നുള്ളിൽ തന്നെ അമർഷം നിലനിൽക്കുന്നുണ്ട് എന്ന സൂചനകൾ ശരിവെക്കുന്നതാണ് അൻവറിന്റെ ഈ പടനീക്കം. ഒരിടത്തും വിജയിക്കാൻ കഴിയാതിരുന്നിട്ടും പിണറായി വിജയൻ പ്രത്യേകമായി കരുപിടിപ്പിച്ചെടുത്ത രാഷ്ട്രീയമാണ് റിയാസിൻ്റെത് എന്ന് അൻവർ പറയാതെ പറയുകയാണ്. പിണറായിസത്തോട് യുദ്ധം ചെയ്യുമ്പോൾ അത് മരുമകനെ തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ടാവട്ടെ എന്ന കടുത്ത തീരുമാനത്തിലാണ് PV അൻവർ ഉള്ളത്. ബേപ്പൂരിലെ അൻവറിന്റെ സാന്നിധ്യം CPM-ന് വലിയ തലവേദനയാണ് ഉണ്ടാക്കുന്നത്. വിജയമുറപ്പിച്ച പോരാട്ടമാണ് അൻവർ തുടങ്ങിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ കുടുംബത്തെ നേരിട്ട് പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ട് PV അൻവർ നടത്തുന്ന ഓരോ ആരോപണവും പാർട്ടി പ്രവർത്തകർക്കിടയിൽ പോലും അസ്വസ്ഥത ഉണ്ടാക്കുകയാണ്. പ്രത്യേകിച്ചും മന്ത്രി മുഹമ്മദ് റിയാസിന്റെ വകുപ്പുകളിലും തീരുമാനങ്ങളിലുമൊക്കെ മുഖ്യമന്ത്രി നേരിട്ടിടപെടുന്നു എന്നൊരാക്ഷേപം ശക്തമാക്കിയിരിക്കെയാണ് അൻവർ ബേപ്പൂരിലേക്ക് കടന്നു ചെല്ലുന്നത്. അതേസമയം അൻവറിനെതിരെ കേന്ദ്ര ഏജൻസികളുടെ നീക്കവും ശക്തമാക്കിയിട്ടുണ്ട്. അവിഹിത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അൻവറിനെ ചോദ്യം ചെയ്തത് കഴിഞ്ഞ ദിവസമാണ്. ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഈ അന്വേഷണങ്ങൾക്കും സമ്മർദ്ദങ്ങൾക്കും ഇടയിലും തൻ്റെ രാഷ്ട്രീയ നിലപാടുകളിൽ നിന്ന് ഒരിഞ്ച് പിന്നോട്ടില്ല എന്ന വാശിയിലാണ് PV അൻവർ. തനിക്കെതിരെയുള്ള ഈ വേട്ടയാടലുകൾക്ക് പിന്നിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനും മരുമകനും പങ്കുണ്ട് എന്ന വിശ്വാസത്തിലാണ് PV അൻവർ ബേപ്പൂരിൽ തന്നെ തിരിച്ചടി നൽകാൻ ഇറങ്ങിയിരിക്കുന്നത്. കേരളത്തിൽ എവിടെ വേണമെങ്കിലും മത്സരിക്കാൻ അൻവറിന് അവകാശമുണ്ടെന്ന് DCC അധ്യക്ഷൻ K പ്രവീൺകുമാർ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നേതാക്കൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഇത് അൻവറിന്റെ ജനകീയതയെയും അദ്ദേഹം ഉയർത്തുന്ന ചോദ്യങ്ങളുടെ പ്രസക്തിയെയും ഒക്കെയാണ് ചൂണ്ടിക്കാട്ടിയത്. പാർട്ടിക്കുള്ളിൽ ആഭ്യന്തര ജനാധിപത്യം നഷ്ടപ്പെട്ടുവെന്നും ഒരു പ്രത്യേക കുടുംബത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണ് ഇവിടുത്തെ CPM-ഉം സർക്കാരും മുൻഗണന നൽകുന്നതെന്നുമുള്ള അൻവറിന്റെ ആരോപണങ്ങൾ സാധാരണക്കാരിലേക്ക് എത്തിക്കുന്നതിനാണ് അദ്ദേഹം ബേപ്പൂർ തന്നെ തിരഞ്ഞെടുത്തത്. മന്ത്രി റിയാസിനെ സംരക്ഷിക്കാൻ മുഖ്യമന്ത്രി കാണിക്കുന്ന അമിത താല്പര്യം അത് പാർട്ടിയുടെ അടിത്തട്ടിൽ വിള്ളലുകൾ ഉണ്ടാക്കി കഴിഞ്ഞു. താൻ ഇതുവരെ സംരക്ഷിച്ച പ്രസ്ഥാനത്തിന് വേണ്ടി തന്നെയാണ് ഇപ്പോൾ ശബ്ദമുയർത്തുന്നത് എന്നാണ് അൻവർ അവകാശപ്പെടുന്നത്. ബേപ്പൂരിൽ അൻവർ എത്തുമ്പോൾ ലഭിക്കുന്ന ജനപിന്തുണ അത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും രാഷ്ട്രീയ മാറ്റങ്ങളിലും വലിയ സ്വാധീനം ചെലുത്തുമെന്ന് ഉറപ്പാണ്. മുഖ്യമന്ത്രിയും മരുമകനും നയിക്കുന്ന പുതിയ പിണറായിസത്തെ നേരിടാൻ അൻവർ തന്റെ രാഷ്ട്രീയ ഭാവി പണയപ്പെടുത്തിയാണ് കളത്തിലിറങ്ങിയിരിക്കുന്നത്. ED ചോദ്യം ചെയ്യലിലൂടെ തന്നെ നിശബ്ദനാക്കാം എന്നാരും കരുതേണ്ട എന്നും ഭരണത്തിൽ അനീതികൾക്കെതിരെ പോരാട്ടം തുടരുമെന്നും അൻവർ ആവർത്തിച്ചു പറയുകയാണ്. ബേപ്പൂരിലെ ഓരോ ചലനവും കേരളം ഉറ്റുനോക്കുകയാണ്. മന്ത്രി റിയാസിന്റെ രാഷ്ട്രീയ കോട്ടയിൽ അൻവർ നടത്തുന്ന ഈ കടന്നുകയറ്റം ഭരണപക്ഷത്തിന് സമ്മാനിക്കുന്നത് ഉറക്കമില്ലാത്ത രാത്രികളായിരിക്കും. അൻവറിന്റെ ഈ പോരാട്ടം എങ്ങോട്ടാണ് അവസാനിക്കുക എന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഒരു വശത്ത് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം, മറുഭാഗത്ത് സംസ്ഥാന സർക്കാരിന്റെയും പാർട്ടിയുടെയും ശത്രുത. ഇതിനിടയിലും സാധാരണ ജനങ്ങളുടെ വികാരം തനിക്കൊപ്പമുണ്ടെന്ന് അൻവർ വിശ്വസിക്കുകയാണ്. റിയാസിനെതിരെയുള്ള ഈ നീക്കം മുഖ്യമന്ത്രിയോടുള്ള നേരിട്ടുള്ള യുദ്ധമായി മാറിക്കഴിഞ്ഞു. വരും ദിവസങ്ങളിൽ കൂടുതൽ വെളിപ്പെടുത്തലുകളും രാഷ്ട്രീയ നാടകങ്ങളും കേരള രാഷ്ട്രീയത്തിൽ അരങ്ങേറുമെന്ന് ഉറപ്പാണ്.